കുട്ടികൾ കരയുമ്പോൾ മാതാപിതാക്കൾ പറയുകയാണ് ഒരു കാരണവുമില്ലാതെ വെറുതെ ഇരുന്ന് കരയുകയാണ്. ഒന്നുമില്ല, വെറുതെ കരയുകയാണ്. അത് എന്തൊരു അർത്ഥശൂന്യമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. കാരണം ഒരു കാരണവുമില്ലാതെ ആരെങ്കിലും കരയുമോ? ഇല്ല. കാരണം നമുക്കാണില്ലാത്തത്, കാരണം കുട്ടിക്കുണ്ട്. അപ്പോൾ ഒരു കുട്ടി കരയുന്നുണ്ടെങ്കിൽ ആ കുട്ടിയോട് കരച്ചിൽ നിർത്ത് എന്നും പറഞ്ഞ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് ആ കരച്ചിലിനെ സപ്രസ് ചെയ്യിച്ച് കരയാൻ പോലുമുള്ള ഒരു സ്വാതന്ത്ര്യം കുട്ടിക്ക് കൊടുക്കാതെ കുട്ടികളെ വഴക്ക് പറയാൻ പാടില്ല. കുട്ടി കരയുന്നുണ്ടെങ്കിൽ എത്ര നിസ്സാരമെന്ന് നമുക്ക് തോന്നിയാലും ആ കുട്ടിക്ക് അത് ഏറ്റവും വലുതായതുകൊണ്ടാണ് ആ കുട്ടി കരയുന്നത്. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം കുട്ടിയെ ചെന്നൊന്ന് ചേർത്ത് പിടിക്കുക, അല്ലെങ്കിൽ കുട്ടി ഒരു ഫിസിക്കൽ ടച്ച് കൊടുത്തുകൊണ്ട് കുട്ടിയോട് ചോദിക്കുക എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുക. കുട്ടി വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമായിരിക്കാം പറയുന്നത്, പക്ഷേ മനസ്സിലാക്കേണ്ടത് ആ കുട്ടിക്ക് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ആ കുട്ടിക്ക് അത് ഇമോഷണലി താങ്ങാൻ പറ്റാത്തതും ആയതുകൊണ്ടാണ് ആ കുട്ടി കരയുന്നത്. അപ്പോൾ ഒരു കുട്ടി കരയുമ്പോൾ സ്റ്റോപ്പ് ക്രൈയിങ്, കരച്ചിൽ നിർത്ത്, നീ എന്തിനാ കരയുന്നത്, നീ കരച്ചിൽ നിർത്താൻ പറഞ്ഞ് ആ കുട്ടിയെ വഴക്ക് പറയുക അല്ല വേണ്ടത്. കരയുന്ന കുട്ടിയെ എപ്പോഴും അതിനെ ആദ്യം അക്സെപ്റ്റ് ചെയ്യുക, അതിൻ്റെ കരച്ചിലിനെ അക്സെപ്റ്റ് ചെയ്യുക. ഒരു കുട്ടി കരയുന്ന കണ്ടാൽ മനസ്സിലാക്കുക ആ കുട്ടിക്ക് ഇമോഷണലി ഓർ ഫിസിക്കലി, ശാരീരികമായിട്ടോ മാനസികമായിട്ടോ താങ്ങാൻ പറ്റുന്നതിന് അപ്പുറമുള്ളൊരു വേദന ആ കുട്ടി സഹിക്കുന്നു. അത് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ഒരു പേരൻ്റ് എന്ന നിലയിൽ നിങ്ങളുടെ ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അത് ഐഡൻറ്റിഫൈ ചെയ്യുക, കുട്ടിയെ ഒരു സേഫ് സോണിലേക്ക് കൊണ്ടുവരിക, ആ കുട്ടിക്കൊരു സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാക്കി കൊടുക്കുക.